എന്തുവാ കടയും തുറന്നു ചേർന്ന് ഉറങ്ങുന്നോ? ഏയ് എന്തത് എണ്ണീരാ എന്തോ രവീണ എന്തോടാ രാത്രി ഉറക്കമൊന്നും ഇല്ലേ? വെളുപ്പിന് 5 മണിക്ക് തുറക്കുന്നതല്ലേ എണ്ണ. വലിയ കച്ചവടമൊന്നും ഇല്ലെണ്ണ. പിന്നെ ചുമ്മാ ഇരിക്കുമ്പോ അങ്ങ് ഉറങ്ങിപ്പോവും. അത് പിന്നെ ഇപ്പൊ ഈ പണിയൊന്നും ഇല്ലല്ലേ, അതുകൊണ്ടാ ഈ പറഞ്ഞ കച്ചവടമൊന്നും വലുതായിട്ട് നടക്കാത്തത്. പോരാത്തതിന് ഈ മഴയും പിന്നെ വയനാട് ദുരന്തവും മൊത്തത്തിൽ കേരളത്തിലാകപ്പാടെ വിഷയങ്ങളാണല്ലേ. കച്ചവടമൊക്കെ നടക്കും. ഓണമല്ലേ ഇനി വരാൻ പോന്നെ. ആ കച്ചവടമൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു കിലോ ഞാടാ. പിന്നെ അണ്ണനെ ഇവിടെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലേ? ഇവിടെ ഇല്ലായിരുന്നോ? ഞാൻ പത്തനംതിട്ട പണിക്ക് വിടാ. ഇന്നലെ വന്നതേ ഉള്ളു. അതല്ല ആ പച്ച കുപ്പി ഇടാ. അതന്നെ അണ്ണാ വിൽസ് വലുതാ ചെറുതാണ്ണ? നിനക്കാരനോട് ഞാൻ വലിയ വിൽസ വാങ്ങിക്കുന്നതെന്ന്. ഓ ഞാൻ ഓർത്തില്ലണ്ണ, മറന്നുപോയി. സോറി ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ, ഞാൻ കടയിൽ നിൽക്കുക. ഇവിടെ എന്തുവാണ് ഈ കാണിക്കുന്നേ? ഇങ്ങോട്ട് പോകെ ഊതി വിടുന്ന എന്താ അത്ര വേണം വെക്കുന്നേ? അതേ പറ്റിപ്പോയില്ലേ? നോക്കട്ടെ അണ്ണാ, പൈസ ഒന്നുമില്ല. പൈസ തരാം, നീ പറ്റിലെടുത്ത്. എന്തു അണ്ണാ, ഇപ്പൊ തന്നെ കൊറേ പൈസ തരാനുണ്ടല്ലേ. അണ്ണാ ഈ പറ്റിപ്പൊക്കൊന്ന് നോക്ക്. അണ്ണാ നോക്കുതാ, നോക്ക്. അണ്ണന്റെ പറ്റായി എഴുതി വെച്ചേക്കുന്നു. നോക്ക് അണ്ണൻ കണക്കൂട്ടി നോക്ക്. മൊത്തം കൂടെ 4500 രൂപയല്ലേ ഉണ്ട്. ഇപ്പോഴത്തെ വിളിച്ചോളം ചേർത്തേ നീ എഴുതി വെച്ചോ. ഓണമല്ലേ വരുന്നത്, ഉടനെ തരാം. ഈ കുപ്പി എവിടെ ഉള്ള റോഡിൽ കളഞ്ഞാ മതിയോ? അവിടെ ഒരു പെട്ടി ഉണ്ടോ, അങ്ങോട്ട് ഇട്ടാരാ. അല്ലേ പെട്ടി അല്ലേ? 10 രൂപ കിലോ? 10 രൂപ. അതാണ്. പിന്നെ ആരാ പോയാള്? അതിവിടുത്തെ സ്ഥിരം ഒരു പട്ടികാരനാണോ? ഇങ്ങനെയാണ് നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിലുള്ള ചില രീതികൾ. ഇതേപോലുള്ള ചെറിയ ചെറിയ കടകളില് പറ്റും എല്ലാ കാര്യങ്ങളും നടക്കും. ചുറ്റും കാണുന്നവരൊക്കെ ആണല്ലോ. എന്നാൽ ഇവർ തന്നെയാണ് ഈ വലിയ വലിയ മാളുകളിലും ഈ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ അവര് പറയുന്ന വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങി റെഡി ക്യാഷിന് സാധനങ്ങൾ വാങ്ങി വരുന്നത്. അങ്ങനെ കുറെ പറ്റുകാരുണ്ടെന്നോ. എല്ലാരും മേടിച്ചാ കറക്റ്റായിട്ട് തരണമെന്നൊന്നും ഇല്ല. എന്ന് വെച്ചാ അച്ഛന്റെ കാലം തൊട്ടേ ഉള്ള കടയല്ലേ, ഒന്നുകൊണ്ടങ്ങ് പോകുന്നേ ഉള്ളു. വലിയ മെച്ചമൊന്നും ഇല്ലെണ്ണ. നിങ്ങളുടെ ഒരു അത്യാവശ്യത്തിന് 1 രൂപ അല്ലെങ്കിൽ ഒരു 10 പൈസ ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഓടി വരാവുന്ന ആശ്രയിക്കാവുന്ന ഒരേ ഒരു സ്ഥാപനം മാളല്ല, സൂപ്പർ മാർക്കറ്റുകളല്ല, മറിച്ച് ഇത്തരം ചെറിയ കടകളാണ്.